ഇതുവരെ ഇല്ലാത്ത മാറ്റമാണ് KSRTCയിൽ പ്രിയദർശിനിയിലൂടെ കേരളത്തിലൊട്ടാകെ ദൃശ്യമായത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. KSRTCയിലെ പ്രതിദിന വനിതാ യാത്രക്കാരുടെ എണ്ണം 7.25 ലക്ഷത്തിൽ നിന്ന് 11.84 ലക്ഷമായി ഉയർന്നു. അതേസമയം സ്വകാര്യ ബസ് മേഖലയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ആദ്യ മാസം തന്നെ ഉണ്ടായതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി സ്ത്രീ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ വിജയമാണെന്നാണ് ആദ്യ മാസത്തെ കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിദിനം 11.84 ലക്ഷം സ്ത്രീകളാണ് നിലവിൽ KSRTCയിൽ യാത്ര ചെയ്യുന്നത്. ഒരു മാസം കൊണ്ട് ഏകദേശം 95 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 3 കോടി സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്തു. 3125 ഓർഡിനറി ബസ്സുകളാണ് സൗജന്യ യാത്രയ്ക്കായി സർവീസ് നടത്തുന്നത്. സ്ത്രീ യാത്രക്കാരിൽ 40% വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് KSRTCയുടെ കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീ യാത്രക്കാർക്ക് പ്രതിമാസം വലിയൊരു തുക ഇതിലൂടെ ലാഭിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞത്. മറ്റൊരു സർക്കാർ പദ്ധതിയും ജനങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ഈ അടുത്ത കാലത്തെങ്ങും ഏറ്റെടുത്തിട്ടുമില്ല. സ്ത്രീകളുടെ ജീവിതത്തിൽ ഈ പദ്ധതി ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ കുടുംബ ബഡ്ജറ്റിനെ തന്നെ മാറ്റിമറിച്ചു. പൊതുജനങ്ങൾ പദ്ധതിയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിനോടൊപ്പം പ്രതിപക്ഷവും പദ്ധതി അംഗീകരിച്ചുവെന്ന് മന്ത്രി രേഖപ്പെടുത്തി. എന്നാൽ മറുവശത്ത് പ്രിയദർശിനി പദ്ധതി തുടങ്ങിയതോടെ സ്വകാര്യ ബസ് മേഖല കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മാസത്തിനിടെ 65 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്ന് ആണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. വരുമാന ചോർച്ചയെ തുടർന്ന് സംസ്ഥാനത്ത് 500-ലധികം ബസ്സുകളാണ് സർവീസ് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ് ഉപേക്ഷിച്ചതോടെ ഡീസൽ അടിക്കാനുള്ള പണവും തൊഴിലാളികളുടെ കൂലിയും കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും ബസ് ഉടമകൾ പറയുന്നുണ്ട്. സ്വകാര്യ ബസ് മേഖലയുടെ ഈ അടിയന്തര പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മുൻ ഗതാഗത കമ്മീഷണർ K പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ 5-അംഗ വിദഗ്ധ സമിതിയാണ് വിഷയം പഠിക്കുന്നത്. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് സബ്സിഡിയോ മറ്റ് ഇളവുകളോ നൽകുന്ന കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കും.